KPCC അധ്യക്ഷൻ ശ്രീ സണ്ണി ജോസഫാണ് നമ്മോടൊപ്പം ചേരുന്നത്. പ്രചരണം ക്ലൈമാക്സിലേക്ക് എത്തിക്കഴിഞ്ഞു. എന്തെല്ലാം വിഷയങ്ങളാവും ചർച്ചയാവുക? സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികളാണ് UDF ആദ്യം മുതൽ ഉന്നയിച്ചത്. അതിൽ വിലക്കയറ്റം, തൊഴിലില്ലായ്മ, വന്യമൃഗശല്യം, ആശാവർക്കർമാരുടെ സമരത്തെ സർക്കാർ അവഗണിക്കുന്നത്, അതോടൊപ്പം തന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും ശമ്പള വർധനവ്, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൻ്റെ അഴിമതി, മലപ്പുറം ജില്ലയെ മുഖ്യമന്ത്രി അവഹേളിച്ച് ആവർത്തിച്ച് സംസാരിച്ചത്, അതിനെ CPM നേതാക്കന്മാർ ആ നിലയിൽ തന്നെ ആ വിഷയത്തിൽ അവരുടേതായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളൂ. ഇതെല്ലാം പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങൾ തന്നെയാണ്. LDF പല വിഷയങ്ങളും വിവാദമാക്കാൻ ഇവിടെ ഉന്നയിച്ചിരുന്നു. അവർ പല നേതാക്കളൊക്കെ പലവരും ആവർത്തിക്കുകയും ചെയ്തതാണ്, ജമാഅത്തെ ഇസ്ലാമി വിഷയങ്ങളടക്കം. അതൊക്കെ ഒരുപക്ഷെ UDFന് ആ വലയിൽ വീണു പോകുന്നൊരു സാഹചര്യം ഉണ്ടായോ? ഒരിക്കലുമില്ല. അതിനൊക്കെ കൃത്യമായ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അതിന് മാർക്സിസ്റ്റ് പാർട്ടിയും LDFുമാണ് ഇപ്പം അതിൻ്റെ അകത്ത് നയം വ്യക്തമാക്കാത്ത. അവരുടെ മുന്നണിക്കകത്ത് ആര് വന്നാലും അല്ലെങ്കിൽ അവർക്ക് ആര് പിന്തുണ കൊടുത്താലും അവരൊക്കെ നല്ലത്, മറിച്ച് ആരെങ്കിലും പിന്തുണ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ തെറ്റ് എന്ന വ്യാഖ്യാനത്തിന് മറുപടി ജനങ്ങൾ നൽകും, തെരഞ്ഞെടുപ്പിലൂടെ നൽകും. സർക്കാരിൻ്റെ വിലയിരുത്തലാകുമെന്നാണ് മുഖ്യമന്ത്രി പലവരും ആവർത്തിച്ചത്. പ്രതിപക്ഷത്തിൻ്റെ വിലയിരുത്തലാകുമോ? സർക്കാരിനെയല്ലേ വിലയിരുത്തേണ്ടത്, പ്രതിപക്ഷത്തിനെയും വിലയിരുത്താം. സർക്കാരിനെ വിലയിരുത്തുമ്പം വന്യമൃഗശല്യത്തിൻ്റെ കാര്യത്തിൽ തന്നെ എടുക്കാം. 4 തവണ പ്രതിപക്ഷം അടിയന്തര പ്രമേയം നിയമസഭയിൽ കൊണ്ടുവന്നു. ഒറ്റ തവണ പോലും ചർച്ചയ്ക്ക് സമ്മതിച്ചില്ല ഗവൺമെൻറ്. 2 തവണ ഞാൻ തന്നെയാണ് കൊണ്ടുവന്നത്. കേരളത്തിലെ ജനജീവിതത്തെ ഏറ്റവും ദുസ്സഹമായിട്ട് ബാധിക്കുന്ന ഗൗരവമേറിയ ഒരു പ്രശ്നം നിയമസഭയിൽ പ്രതിപക്ഷം 4 തവണ അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവന്നിട്ട്, ഒരു തവണ സിദ്ദിഖ്, ഒരു തവണ മാത്യു കുളനാടൻ. ഈ ഒറ്റത്തവണയെങ്കിലും വന്നാൽ പിന്നെ അതൊരു മണിക്കൂർ ചർച്ച ചെയ്യാമെന്ന് പറയാനുള്ള ഒരു മനോഭാവം കേരളത്തിലെ സർക്കാരിനുണ്ടായില്ല. അപ്പോൾ ആരാ ശരിവശത്ത് നിൽക്കുന്നത്? ഈ പ്രശ്നബാധിത പ്രദേശങ്ങളിലെ MLA-മാരുടെ ഒരു മീറ്റിംഗ് വിളിക്കാൻ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. ഇവിടെ തന്നെ നിലമ്പൂരിൽ അനന്തു എന്ന പയ്യൻ വൈദ്യുതി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ മന്ത്രി എങ്ങനെയാണ് പ്രതികരിച്ചത്? അത് ഗൂഢാലോചനയാണെന്നല്ലേ പറഞ്ഞത്. എന്നാൽ മന്ത്രി അത്തരത്തിൽ വളരെ ക്രൂരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുമ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി അതിനെ പിന്തുണയ്ക്കുകയല്ല ചെയ്യേണ്ടത്. അതിലെ വസ്തുത അന്വേഷിക്കണം, അല്ലെങ്കിൽ മനസ്സിലാക്കാതെ പറയാൻ കഴിയില്ല എന്ന് പറയുന്നതിന് വരെ അദ്ദേഹം ഏറ്റുപിടിക്കരുതേ. മന്ത്രി തന്നെ പുറകോട്ട് പോകേണ്ട വന്നു, മന്ത്രി തന്നെ പിൻവലിച്ച് ഒളിച്ചോടേണ്ടി വന്നു. എന്നിട്ടും അതിൽ ഖേദം പ്രകടിപ്പിക്കാനോ ഗോവിന്ദൻ മാഷ് ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് പിൻവലിയാനോ തയ്യാറായിട്ടില്ല. അപ്പോൾ LDFിൻ്റെ നിലപാടുകളാണ് തെറ്റായ നിലപാടുകളെന്ന് വളരെ വ്യക്തമാണ്. സർക്കാരിനെതിരെ UDF ഉന്നയിക്കുന്ന വിഷയങ്ങൾ ചർച്ചയാകാതിരിക്കാൻ LDF വിവാദങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് അങ്ങ് പറയുന്നത്. അത് ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾക്കറിയാം ഏത് ഇലക്ഷനിലാണ് ഇപ്പോൾ കേരളത്തിൽ വന്ന ഈ സർക്കാർ വന്നതിന് ശേഷം 4 അസംബ്ലി ഉപതെരഞ്ഞെടുപ്പുകൾ വന്നു. 4ലും LDF പുറകോട്ടല്ലേ പോയത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരം നടന്ന അടുത്ത കാലത്ത് പാലക്കാടല്ലേ. എന്തെല്ലാമായിരുന്നു പ്രചണ്ഡമായ പ്രചരണ വിഷയങ്ങൾ, പെട്ടി വിവാദം ഉൾപ്പെടെ. എവിടെ പോയി അവർ? വോട്ടെണ്ണിയപ്പോൾ ഷാഫി പറമ്പലിന് കിട്ടിയതിനേക്കാൾ 5 ഇരട്ടി ഭൂരിപക്ഷത്തിന് രാഹുൽ മാക്കൂട്ടത്തിൽ ജയിച്ചില്ലേ? ചേലക്കര അവർ ജയിച്ചുവെങ്കിൽ അവരുടെ ഭൂരിപക്ഷം 3-1 ചുരുങ്ങിയില്ലേ? തൃക്കാക്കരയും പുതുപ്പള്ളിയിലും UDFിൻ്റെ ഭൂരിപക്ഷം എത്രയാണ്? അപ്പോൾ സർക്കാർ വിരുദ്ധ വികാരം ജനങ്ങളിലുണ്ട്. പ്രിയങ്ക ഗാന്ധിക്ക് വയനാട്ടിൽ കിട്ടിയ ഭൂരിപക്ഷം എത്രയാണ്? പ്രിയങ്ക ഗാന്ധിക്ക് നിലമ്പൂരിൽ കിട്ടിയ ഭൂരിപക്ഷം എത്രയാണ്? കേരളത്തിൽ ഒട്ടാകെ പാർലമെൻറ്റ് ഇലക്ഷനിൽ UDFിൻ്റെ വിജയത്തിൻ്റെ സൂചന എന്താണ്? അവിടെയൊക്കെ ഞങ്ങൾ പറഞ്ഞപ്പോഴും മുഖ്യമന്ത്രി ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഇത് സർക്കാരിൻ്റെ വിലയിരുത്തലായിരിക്കും, പാലക്കാട്ട് അങ്ങനെയാണെങ്കിൽ ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്, അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ശരി, ജനങ്ങളുടെ തീരുമാനപ്രകാരം ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് സമ്മതിച്ച് തിരുത്താൻ തയ്യാറാകുന്നു. ആശാ വർക്കർമാരോട് ഈ സർക്കാർ സ്വീകരിക്കുന്ന ഒറ്റ സമീപനം മതി. ഈ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് പ്രചരണം നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. പല വിഷയങ്ങളിലും ഇടതുപക്ഷവും ഒരുപക്ഷെ മറുപടി പറയാൻ UDF അതിന് തയ്യാറാകേണ്ടി വന്നിട്ടുണ്ടാവും. ഞങ്ങൾ ഒരിക്കലും വർഗീയത പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ മതേതര ഇന്ത്യക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ്. അതിൽ BJP ഉയർത്തുന്ന വർഗീയ രാഷ്ട്രീയത്തെ ചെറുക്കാൻ കോൺഗ്രസ്സിനല്ലാതെ ആർക്ക് സാധിക്കും? CPM ഇന്ത്യ രാജ്യത്ത് എവിടെയുണ്ട്? ഈ മുഖ്യമന്ത്രി പാർലമെൻറ്റ് ഇലക്ഷനിൽ, നേരത്തെ കേരളത്തിലെ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞു, അദ്ദേഹം ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറായ, ഏറ്റവും പ്രായം ചെന്ന പോളിറ്റ് ബ്യൂറോ മെമ്പറും ഏക മുഖ്യമന്ത്രിയുമാണ് ഇന്ത്യ രാജ്യത്ത് CPMനുള്ളത്. ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ CPI മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഞാൻ പോലും മഹാരാഷ്ട്രയിൽ ഇലക്ഷൻ വർക്കിന് പോയി. ഇവിടുത്തെ നിരവധി MLA-മാരും MP-മാരും മറ്റ് സ്റ്റേറ്റുകളിൽ ഇലക്ഷൻ വർക്കിന് പോയി. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ CPM നേതാവ് ഇലക്ഷൻ വർക്കിന് പോകുന്നതിന് വരെ പോയാൽ BJPക്കെതിരെ പ്രസംഗിക്കേണ്ടി വരും. മോഡി എന്നുള്ള പേര് പറയാറില്ലല്ലോ.
അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? കുടുംബസമേതം വിദേശത്തേക്ക് അദ്ദേഹം വിനോദയാത്രയ്ക്ക് പോയി. ഈ BJP-യുമായിട്ടുള്ള ബന്ധം ഇവിടെയും അത്തരത്തിലൊരു നീക്കം ഉണ്ടോയെന്ന് കരുതുന്നുണ്ടോ? അത് ഞാൻ പറയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി വിഷയം CPM ഉന്നയിച്ച് തന്നെ വർഗീയമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അതിന് മറുപടി പറയാൻ UDF-ന് നിർബന്ധിതരാവേണ്ട സാഹചര്യം വന്നില്ലേ? ഒന്നുമില്ല. അവരൊന്നും ഉന്നയിച്ച വിഷയമൊന്നും ജനങ്ങളിലേക്കൊന്നും എത്തിയിട്ടില്ല. ഞങ്ങൾ ഉന്നയിച്ച ഒരു വിഷയത്തിന് അവർക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. ഏതെങ്കിലും വിഷയത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ടോ? തൊഴിലില്ലായ്മ യുവാക്കൾ അനുഭവിക്കുന്ന പ്രശ്നമല്ലേ, ഗൗരവമേറിയ വിഷയമല്ലേ? കാർഷിക മേഖലയുടെ തകർച്ച അവരെന്താ പറഞ്ഞത്? ഇലക്ഷനിൽ വോട്ട് പിടിക്കാൻ റബ്ബറിൻ്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും എന്ന് പ്രകടന പത്രികയിൽ എഴുതി വെച്ചവരത് മറന്നുപോയില്ലേ? കർഷകപക്ഷത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത് UDF-ന് വലിയ ആത്മവിശ്വാസമായിരുന്നു PV അൻവറിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട്. പക്ഷേ അൻവർ ഇതാ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം UDF-ന് വെല്ലുവിളിയാവുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. UDF-ന് സ്വന്തം നിലയിൽ തന്നെ ജയിക്കാൻ സാധിക്കും. അൻവറിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. അദ്ദേഹം എന്താ പറഞ്ഞത്? ഇലക്ഷൻ രാജിവെച്ചപ്പോൾ എന്താ പറഞ്ഞത്? രാജിവെച്ചത് എന്തിനാ? രാജിവെച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഇനി മത്സരിക്കില്ലെന്നല്ലേ പറഞ്ഞത്? അപ്പം നിലപാടില്ല, ഉറച്ച നിലപാടില്ല. അൻവർ നേടുന്ന വോട്ടുകൾ LDF-ൽ നിന്നായിരിക്കുമോ? അത് ഞാനിപ്പോൾ പറയുന്നില്ല. UDF-ൻ്റെ വോട്ടുകൾ നഷ്ടപ്പെടില്ല. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്വരാജ് ഇന്നലെ BV പ്രകാശിൻ്റെ വീട് സന്ദർശിച്ചിരുന്നു. UDF സ്ഥാനാർത്ഥി ഇതുവരെ സന്ദർശിച്ചിട്ടുമില്ല. ചർച്ചയാവുന്ന രാഷ്ട്രീയമല്ലേ? കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ എല്ലാ വീടുകളിലും എന്തിനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പോകേണ്ടത്? അതുമല്ലാതെ തന്നെ സ്മിത പറഞ്ഞിട്ടില്ലേ, പ്രകാശിൻ്റെ ഭാര്യ പറഞ്ഞിട്ടില്ല ഞങ്ങൾ കോൺഗ്രസ് ആണ്. പക്ഷേ എന്നാലും പോകേണ്ടതായിരുന്നില്ല അങ്ങനെ ഒരു നിർദ്ദേശം? ഇല്ല, അത് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമുള്ളൂ. അത് ചർച്ചയാക്കാനല്ലേ സ്വരാജിൻ്റെ ഇന്നലത്തെ സന്ദർശനത്തേക്ക്? അതുകൊണ്ടെന്ന് അതൊക്കെ വേസ്റ്റ് ഓഫ് ടൈം ഓൺലി. അതൊന്നും തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല. ഒരിക്കലുമല്ല. സ്മിത കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ നാട്ടുകാരി കൂടിയാണ്. ഞാൻ പോയിരുന്നു. ഞാൻ എൻ്റെ നാട്ടിൽ എനിക്കറിയുന്ന കുടുംബമാണ്. അവരവിടുത്തെ വീട്ടിൽ ഞാൻ പോകുന്നത്. ഒപ്പം തന്നെ അവസാനമായിട്ട് എങ്ങനെയാണ് വിജയത്തിൻ്റെ പ്രതീക്ഷകളും ഭൂരിപക്ഷത്തെക്കുറിച്ച്? നല്ല കംഫർട്ടബിൾ മെജോറിറ്റിയിൽ UDF സ്ഥാനാർത്ഥി ആരുടെ ഷൗക്കത്ത് ജയിക്കും. ഒരു നമ്പർ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും? നമ്പർ ഞാൻ പറയുന്നില്ല. അത് നല്ല കംഫർട്ടബിൾ. മികച്ച ഭൂരിപക്ഷത്തിൽ വിജയം നേടുമെന്നും ഇടതുപക്ഷമുണ്ടാക്കിയ വിവാദങ്ങളല്ല ജനകീയ വിഷയങ്ങളാണ് ചർച്ചയാകുമെന്നും അവസാന പ്രചരണത്തിൻ്റെ മണിക്കൂറുകളിലും KPCC അധ്യക്ഷൻ വ്യക്തമാക്കുന്നു. രജിത് കോങ്ങാടിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18.